എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷയുടെ പേപ്പർ 1ൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ചോദ്യവും വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം: സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും സൗജന്യമായി പഠനയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു, ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട് കുട്ടികളുടെ അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി വരുന്ന പ്രയോഗമാണ്. അപ്പോൾ ടീച്ചർ എല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ സന്തോഷം വരുന്ന പ്രയോഗം ഒന്ന് മാത്രമാണുള്ളത്. ഏതാണ്? മനസ്സിൽ പ്രതീക്ഷയുടെ ചിറക് മുളച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ A ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മറ്റുള്ള ഓപ്ഷൻ B, നെഞ്ചിൽ തീകോരിയിട്ടു, നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു, മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി, അതൊക്കെ ദുഃഖത്തെ, സങ്കടത്തെ കാണിക്കുന്ന പ്രയോഗങ്ങളാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക എന്ന വാക്യം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലുള്ളൊരു സെൻറ്റൻസ് ആണ്. എല്ലാവരും പ്രശസ്തരായ ശാസ്ത്രജ്ഞരാകാൻ ശ്രമിക്കണം, അതാണോ അതിൻ്റെ അർത്ഥം? അല്ല. ആകാശ നിരീക്ഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, അതുമല്ല. ആകാശത്തേക്ക് വെറുതെ നോക്കിയിരുന്ന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കണം, അതുമല്ല. കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കണം, അതാണ് പറഞ്ഞത്. നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്താൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ D ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. മൂന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാനമായ രീതിയിൽ ചേർത്തെഴുതാവുന്ന വാക്കുകളുടെ കൂട്ടം അല്ലെങ്കിൽ കൂട്ടങ്ങൾ ഏത്? അപ്പോൾ അത് ചേർത്തെഴുതാനുള്ള ചോദ്യം എന്തായാലും വരുമെന്ന് നമ്മൾ മുൻപ് പറഞ്ഞതാണ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ ഉൾപ്പെടുത്തിയ ചോദ്യമാണ് ഇതേ രീതിയിലുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. 3 കൂട്ടങ്ങളുണ്ട്. അതിൽ ഏത് കൂട്ടത്തിലാണ് ഒരേ രീതിയിൽ ചേർത്തെഴുതാൻ പറ്റുന്ന വാക്കുകൾ ഉള്ളത്? ഓക്കെ, ഒന്നാമത്തെ കൂട്ടം വായിക്കാം. കാറ്റ് പ്ലസ് അടിച്ച്, കാറ്റടിച്ച്, അവിടെ ഇരട്ടിപ്പ് വരുന്നില്ല. ഓക്കെ. രണ്ടാമത്തത് നീല പ്ലസ് കുന്ന്, നീലക്കുന്ന് എന്നാണ്. അപ്പോൾ അവിടെ കാ എന്നുള്ള അക്ഷരം ഇരട്ടിച്ച് ക എന്നാകുന്നുണ്ട്. മൂന്നാമത്തതിൽ ചിറക് പ്ലസ് ഉണ്ട്, ചിറകുണ്ട്, അവിടെ ഇരട്ടിപ്പില്ല. അപ്പോൾ ഇത് മൂന്നും ഒരേ രീതിയിൽ ചേർത്തെഴുതുന്നത് അല്ല. രണ്ടാമത്തത് നീലക്കുന്നിൽ ഇരട്ടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു ജോഡിയാണ്, നമുക്കവിടെ തെറ്റിട്ട് വെക്കാം. അടുത്തത് പുക പ്ലസ് മഞ്ഞ്, പുകമഞ്ഞ്, ഇരട്ടിപ്പില്ല. പൂമ്പാറ്റ പ്ലസ് ചിറക്, പൂമ്പാറ്റ ചിറക്, അല്ലേ? അവിടെ ഇരട്ടിപ്പ് വന്നു. മറ്റത് നല്ലത് പ്ലസ് അല്ല, നല്ലതല്ല. അപ്പോൾ ഇത് ഒരേ രീതിയിൽ അല്ല, തെറ്റിടാം. മൂന്നാമത്തത് പച്ച പ്ലസ് കുപ്പായക്കാരൻ, പച്ചക്കുപ്പായക്കാരൻ, അവിടെ കാ ഇരട്ടിച്ചു. അടുത്തത് കണ്ടൽ പ്ലസ് ചെടി, കണ്ടൽ ചെടി, ചാ ഇരട്ടിച്ചു. അടുത്തത് കറുമ്പി പ്ലസ് പൈ, കറുമ്പിപ്പൈ, അവിടെ പായും ഇരട്ടിച്ചു. അപ്പോൾ ഇത് എല്ലാം ഇരട്ടിക്കുന്ന ഒരേ രീതിയിൽ ചേർത്തെഴുതുന്നതാണ്. ഇത് മാത്രമാണ് ഇവിടെ ശരിയുള്ളത്. അപ്പോൾ 3 മാത്രം എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം: അക്ഷരമാലാ ക്രമത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ കൂട്ടം കണ്ടെത്തുക. ഓക്കെ, നോക്കാം. ഇവിടെ ഒന്നാമത്തതിൽ വാ കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? കാ വരുന്നുണ്ട്. അങ്ങനെയാണോ അക്ഷരമാല? അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് ആ കഴിഞ്ഞു, സാ കഴിഞ്ഞു, സാ കഴിഞ്ഞിട്ടാണോ ദാ വരുന്നത്? അല്ല, അക്ഷരമാലയിൽ അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സാ വരുന്നുണ്ട്. അപ്പോൾ അതും തെറ്റാണ്. അടുത്തത് അച്ഛൻ, ഇഷ്ടം, യാത്രക്കാർ, സമുദ്രനിരപ്പ്. നമ്മൾ അക്ഷരമാല ചൊല്ലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആദ്യം ആ വരുന്നു, ശരിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അത് കഴിഞ്ഞിട്ട് യാ, ര, ല, വ, ശ അങ്ങനെ പോകുന്നില്ല. അവിടെ യാ വന്നു, അത് കഴിഞ്ഞിട്ടാണ് സാ വരുന്നത്. സി ശരിയാണ്. അപ്പോൾ നാലാമത്തത് ഡിയും തെറ്റാണ്. പാ കഴിഞ്ഞിട്ട് അല്ല ആ വരേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. ഓപ്ഷൻ C ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അഞ്ചാമത്തത് ചിഹ്നനമാണ്. ശരിയായ രീതിയിൽ ചിഹ്നനം ഏതിലാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ശ്വാസം മുട്ടില്ലേ? ഇവിടെ രണ്ടിടത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇവിടെ എന്താണോ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഇത് രണ്ടുമല്ല എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ഒഴിവാക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മാറ്റം എന്താണ്? ഹോ, അത് കഴിഞ്ഞിട്ട് അവിടെ ആശ്ചര്യചിഹ്നം വിക്ഷേപിണി നൽകിയിട്ടില്ല, ഇവിടെ ബിയിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആബിദക്കുട്ടിയുടെ പാഠം എടുത്താൽ അതിൽ ഒരു സെൻറ്റൻസ് ഹോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അവിടെ ഹോ കഴിഞ്ഞിട്ട് ഏത് ചിഹ്നം കൊടുത്തിട്ടുണ്ട്? ആശ്ചര്യ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിക്ഷേപിണി ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ B ആണ് ഇവിടെ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം: വാക്കും അർത്ഥവും തമ്മിൽ ശരിയായി യോജിപ്പിച്ചിട്ടുള്ള ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ വാക്കും നൽകിയിട്ടുണ്ട്,
വലതുഭാഗത്തായിട്ട് അതിൻ്റെ അർത്ഥവും നൽകിയിട്ടുണ്ട്. ശരിയുള്ളത് മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അന്തി സന്ധ്യ, അത് ശരിയാണ്, നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ്. അടുത്തത് അല്ലൽ കാട്. അല്ലൽ എന്നാൽ കാടാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ, ദുഃഖമാണ്. 3 മെയ്യ് ശരീരം. മെയ്യ് എന്നാൽ എന്താണ്? ശരീരമാണ്, ശരിയാണ്. കാനനം മുഖം, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാനനം എന്നാൽ കാടാണ്, അത് തെറ്റ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ട് വന്നത്? 1ഉം 3ഉമാണ് ശരി വന്നിട്ടുള്ളത്. 1ഉം 3ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ ബി വേണം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, 7ാമത്തെ ചോദ്യം പരിശോധിക്കാം. രചനകളുടെയും എഴുത്തുകാരുടെയും പേരുകൾ ചേരുംപടി ചേർക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട രചനകളാണ്, അതിൽ എഴുത്തുകാരുടെ പേര് വലതുഭാഗത്ത് തന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളത് ചേരുംപടി ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. 1ാമത്തത് ചിറകുള്ള ബസ്, നമുക്കറിയാം അല്ലേ, ആരാണ് എഴുതിയിട്ടുള്ളത്? വിഷ്ണു പ്രസാദാണ്. അപ്പോൾ ഏതാണ്? 1 സി ആണ് വരേണ്ടത്. ഓക്കെ, 2ാമത്തത് ഏതാണ്? കൃഷ്ണകഥ, നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണ് എഴുതിയത്? ചെറുശ്ശേരിയാണ്. 2 ഡി. അടുത്തത് കാന്താരിക്കുട്ടിയും കൂട്ടുകാരും, ആരാണ്? എസ് ശിവദാസ്. 3 ബി ആണ്. അപ്പോൾ 1 സി 2 ഡി 3 ബി എന്ന് വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. നമുക്കിനി 8ാമത്തെ ചോദ്യം. നഞ്ച് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഒരു കവിതയാണ് അല്ലേ, ഗോത്രഭാഷയിലുള്ള കവിതയാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ പറയുന്നുണ്ട്, ആ തോടും ചത്തു പൊങ്ങി. ആ വരിയുടെ ആശയം, ശരിയായ ആശയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ തോട് ചത്തു പൊങ്ങി എന്നാണ് പറയുന്നത്. തോട് ശരിക്ക് ചാവുന്നുണ്ടോ? ഇല്ല. എന്താണ് ഉദ്ദേശിച്ചത്? അതിലെ ജീവികളൊക്കെ ചത്തു അല്ലേ, അതിലുള്ള ജീവികളാണ് അവിടെ ചത്തു പൊങ്ങിയത്, ജീവികളാണ് അവിടെ നശിച്ചു പോയത്. എന്തുകൊണ്ടാണ് നശിച്ചത്? അതിൽ നഞ്ച് കലർത്തിയിട്ടാണ്, വിഷം കലർത്തി അല്ലേ, അതിലെ വെള്ളമൊക്കെ ആകെ വിഷമയമായി മലിനമായി അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? തോട്ടിലെ ജീവികൾ നശിച്ചു, അത് ശരിയല്ലേ, ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് അതിലൂടെ തോട് ചത്തു പൊങ്ങി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. തോട് ആകെ മലിനമായി അല്ലേ, വിഷമയമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, തോട്ടിൽ വെള്ളം പൊങ്ങി, അങ്ങനെ ഒരു അർത്ഥം അതിലുണ്ടോ? ഇല്ല. ഏതൊക്കെയാണ് ഇവിടെ ശരി ഉത്തരം? 1, 2 എന്നിവ. 1ഉം 2ഉം എന്ന് വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ ബി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ അല്ലേ? യെസ്. 9ാമത്തെ ചോദ്യം. താഴെ ഒരു കഥ നൽകിയിട്ടുണ്ട്, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. കഥ വായിച്ചു നോക്കാം. ക്ലാസ്മേറ്റ്സ്. പൊണ്ണൻ കടുവയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത്. പലപാട് ചിതറിക്കിടക്കുന്ന സഹപാഠികൾക്കെല്ലാം കത്തയച്ചതും മൊബൈൽ നമ്പർ തേടിപ്പിടിച്ച് വിളിച്ചതുമെല്ലാം അവനാണ്. അറിയിപ്പ് കിട്ടിയവരെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ പഴയ ലാവണത്തിലെത്താൻ തുടങ്ങി. പൊണ്ണൻ പള്ളിക്കൂടത്തിന് വെളിയിൽ നിറചിരിയോടെ ഏവരെയും എതിരേറ്റു. കൈപിടിച്ചു കുലുക്കിയും കെട്ടിപ്പിടിച്ചും പഴയ സഹപാഠികൾ സ്നേഹം പ്രകടിപ്പിച്ചു. നേരം വൈകിയെന്ന് കരുതി ധൃതി പിടിച്ചാണ് വേലുമുയൽ സ്കൂൾ ഗേറ്റിലെത്തിയത്. ഗേറ്റിൽ നിന്ന കടുവച്ചങ്ങാതി ഇരു കൈയും നീട്ടി വേലുവിനെ സ്വീകരിച്ച് സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയി. ഏറെ വൈകാതെ പൊണ്ണൻ കടുവ കൈയും വായും നൊട്ടി നുണച്ചുകൊണ്ട് അടുത്ത ക്ലാസ്മേറ്റിനെ സ്വീകരിക്കാനായി സ്കൂൾ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. എം കൃഷ്ണദാസ്. ഓക്കെ, അപ്പോൾ കഥ അവിടെ വായിച്ചു കഴിഞ്ഞു. ചോദ്യം നമുക്ക് പരിശോധിക്കാം. സ്കൂളിൽ ഏത് പരിപാടിക്കാണ് മൃഗങ്ങളെല്ലാവരും ഒത്തുചേർന്നത്? സ്കൂൾ വാർഷികാഘോഷം, രക്ഷിതാക്കളുടെ യോഗം, പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം, പ്രവേശനോത്സവം. ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ പഴയ കൂട്ടുകാരെ എല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് അവരുടെ ഒരു യോഗമാണ് അവിടെ നടന്നത് അല്ലേ. അപ്പോൾ ഏത് പരിപാടിയാണ്? പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗമാണ് അവിടെ പണ്ട് പഠിച്ചിട്ടുള്ള, ആ വിദ്യാലയത്തിൽ പണ്ട് പഠിച്ചിട്ടുള്ള ആ വിദ്യാർത്ഥികളുടെ യോഗം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരി ഉത്തരം. 10ാമത്തത്. കടുവ കയ്യും വായും നൊട്ടി നുണച്ചു കൊണ്ടുവന്നു. ഈ വാക്യത്തിൽ നിന്ന് എന്ത് കാര്യമാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ മുയലിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് കടുവ ഇങ്ങനെ കയ്യും വായും ഒക്കെ നൊട്ടി നുണച്ചു വന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും അല്ലേ. എന്താണ്? ഓപ്ഷൻസ് വായിച്ച് നോക്കാം. മുയലിനെ കടുവ ഭക്ഷിച്ചു, കടുവയ്ക്ക് ഉറക്കം വന്നു, കടുവയ്ക്ക് സന്തോഷം തോന്നി, കടുവയ്ക്ക് ക്ഷീണം തോന്നി. സന്തോഷം തോന്നിയാലും ക്ഷീണം തോന്നിയാലും ഉറക്കം തോന്നിയാലും കയ്യും വായും ഒക്കെ നൊട്ടി നുണച്ചുകൊണ്ട് വരുമോ? എപ്പോഴാണ്? ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലല്ലേ നമ്മൾ കയ്യും വായും ഒക്കെ നൊട്ടി നുണയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ? മുയലിനെ കടുവ ഭക്ഷിച്ചു. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയുത്തരം. അത് നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ മലയാളം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. മലയാളം വലിയ കുഴപ്പമില്ല, നമ്മൾ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇംഗ്ലീഷിലേക്ക് നോക്കാം.
Read the passage given below and answer the questions 11 to 13. Okay. Jay saw a new notice in the school notice board. Attention children, water the plants in the biodiversity garden only in the morning. Jay wondered why. The teacher explained, plants stay fresh for a longer time when we water them in the morning. Watering in the hot afternoon makes the water dry up quickly. അപ്പോൾ എന്താണ് അജയ് കണ്ടത്? അവിടുത്തെ നോട്ടീസ് ബോർഡിൽ പുതിയൊരു നോട്ടീസ് കണ്ടു. എന്താണ്? ഈ ബയോഡൈവേഴ്സിറ്റി പാർക്കിലുള്ള ചെടികൾക്ക് എന്ത് ചെയ്യണം? രാവിലെ മാത്രമേ വെള്ളമൊഴിക്കാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ജയ്ക്ക് സംശയം തോന്നി. അപ്പോൾ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് ടീച്ചർ പറഞ്ഞ കാര്യം? പ്ലാന്റ്സ് സ്റ്റേ ഫ്രഷ് ഫോർ എ ലോങ്ങർ ടൈം വെൻ വി വാട്ടർ ദം ഇൻ ദ മോർണിംഗ്. രാവിലെ നനച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിന് കുറേ സമയം ഫ്രഷായി നിൽക്കാൻ സാധിക്കും. മാത്രമല്ല, വാട്ടറിങ് ഇൻ ദ ഹോട്ട് ആഫ്റ്റർനൂൺ മേക്സ് ദ വാട്ടർ ഡ്രൈ അപ്പ് ക്വിക്ക്ലി. ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള ഉച്ച സമയത്ത് നനച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പെട്ടെന്ന് തന്നെ ആവിയായി പോകും, അല്ലെങ്കിൽ ആ പ്രദേശമൊക്കെ ഉണങ്ങിപ്പോകും. നമ്മൾ പൊതുവേ ചെയ്യാത്ത കാര്യമാണ്, നട്ടുച്ചയ്ക്ക് നനയ്ക്കരുതെന്ന് നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്. രാവിലെയും വൈകുന്നേരമാണ് നമ്മൾ നനയ്ക്കാറുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ ഒരു കാര്യം തന്നെ, അതിൻ്റെ കാരണമാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് നനച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. ഓക്കെ. വൈ ഡിഡ് ദ ടീച്ചർ സേ ദാറ്റ് ഇറ്റ് വാസ് ബെറ്റർ ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ മോർണിംഗ്? രാവിലെ നനയ്ക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലതെന്നാണ് ടീച്ചർ പറഞ്ഞത്. അതിൻ്റെ കാരണമാണ് ചോദിക്കേണ്ടത്. പ്ലാന്റ്സ് ഡു നോട്ട് ലൈക്ക് ദ ആഫ്റ്റർനൂൺ സൺലൈറ്റ്, വാട്ടർ ഡ്രൈസ് അപ്പ് ക്വിക്ക്ലി ഇൻ ദ ആഫ്റ്റർനൂൺ. അതാണല്ലേ ഉത്തരം? യെസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരി ഉത്തരം. ശരിയിടാം. ഓക്കെ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഐഡിയ കൺവേഡ് ബൈ ദ നോട്ടീസ്? ആ നോട്ടീസ് വഴി എന്തൊരു ഐഡിയ ആണ് കൺവേ ചെയ്തിട്ടുള്ളത്? എന്ത് കാര്യമാണ് അവിടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചത്? ഹൗ ടു ക്ലീൻ ദ ഗാർഡൻ, ഗാർഡൻ വൃത്തിയാക്കുന്നത് എങ്ങനെ? വൈ ദ പ്ലാന്റ്സ് ഗ്രോ ടോൾ, എന്തുകൊണ്ടാണ് ചെടികൾ ഉയരത്തിൽ വലുതാകുന്നത്? ഹൗ ടു സോ സീഡ്സ്, എങ്ങനെയാണ് വിത്ത് വിതയ്ക്കേണ്ടത്? വെൻ ടു വാട്ടർ ദ പ്ലാന്റ്സ്, എപ്പോഴാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടത്? അതല്ലേ? ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരം. ഡി നമ്മൾ സെലക്ട് ചെയ്തു. അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദി ആഫ്റ്റർനൂൺ ബിക്കോസ് ദ വാട്ടർ ഡാഷ് ക്വിക്ക്ലി. അവിടെ ഡ്രൈ എന്നായിരുന്നു നമ്മുടെ പാസേജിൽ കൊടുത്തത്. അതിന് പകരമുള്ളൊരു വാക്ക് താഴെയുള്ള ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഡിസപ്പിയേഴ്സ്, ഡാൻസസ്, ഷൈൻസ്, സ്ലീപ്സ്. അതിൽ ആ വെള്ളത്തിന് നട്ടുച്ചയ്ക്ക് നനച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് സംഭവിക്കുന്ന എന്താണ്? അപ്രത്യക്ഷമാകലല്ലേ? ഓപ്ഷൻ എ അല്ലേ? യെസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഡിസപ്പിയേഴ്സ്. ഓക്കെ. 14ാമത്തെ ചോദ്യം. ദ കാറ്റ് മൂവ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ ടുവാർഡ്സ് ദ ബൗൾ, വാച്ചിങ് എവ്രി വൺ കെയർഫുള്ളി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻഡ്? അപ്പോൾ അവിടെ അടിവരയിട്ട വാക്കുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ. മൂവ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ, ചെറുതായിട്ട് കുറച്ചായിട്ട് നീങ്ങി എന്നുള്ളതാണ് പറയുന്നത്. റഷ്ഡ് എന്താണ്? തിരക്ക് പിടിച്ചു എന്നാണ്. ജംഡോ ചാടി. ഗ്രാബ്ഡ് എന്നാൽ എന്താണ്? ചാടി പിടിച്ചു എന്നൊക്കെയാണ് അല്ലേ? പെട്ടെന്ന് എടുത്തു. ഇഞ്ചഡ് ആണ് പതിയെ മുന്നോട്ട് നീങ്ങുന്നതിനുള്ള വാക്ക്. അത് നമുക്ക് പാഠപുസ്തകത്തിൽ ഉള്ള വാക്കാണ്. അപ്പോൾ 14 സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അടുത്തത്. സെലക്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് ആൻസർ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് അല്ലേ? ഓരോന്നിനും അനുയോജ്യമായ വാക്കുകൾ നമ്മൾ മാച്ച് ചെയ്യണം. ഏതൊക്കെയാണ്? ടോൾ, ഉയരം. എന്തിനാണ്? അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ഡിസ്ക്രൈബിംഗ് വേർഡ്സിനെ നെയിമിംഗ് വേർഡ്സുമായിട്ട് മാച്ച് ചെയ്യാനാണ് അല്ലേ? ടോൾ മോർണിംഗ് ആണോ, ബിൽഡിംഗ് ആണോ, സ്റ്റോൺ ആണോ, സൂപ്പാണോ? ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് അല്ലേ? അപ്പോൾ എയുടെ മാച്ചിങ് വേർഡ് ഏതാണ്? രണ്ടാമത്തെ ബിൽഡിംഗ് ആണ്. അടുത്തത് ബി, സ്പൈസി എന്നാൽ എന്താണ്? നല്ല എരിവൊക്കെ ഉള്ളതാണ് അല്ലേ? അതിൽ എരിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏതാണ്? സൂപ്പാണ്. അപ്പോൾ ബി എന്നുള്ളതിൻ്റെ മാച്ചിങ് വേർഡ് ഏതാണ്? 4ാമത്തെ സൂപ്പാണ്. സ്പൈസി സൂപ്പ്. അടുത്തത് സി, ബ്രൈറ്റ്, നല്ല തെളിച്ചമുള്ള. മോർണിംഗ് ആണോ സ്റ്റോൺ ആണോ മാച്ച് ചെയ്യാനുള്ളത്? മോർണിംഗ് ആണ്. അപ്പോൾ സി ഏതാണ്? 1 അപ്പോൾ A2 B4 C1 എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി A2 B4 C1 എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. ദ ബേബി ഈസ് ആസ് സോഫ്റ്റ് ആസ് എ ഫ്ലവർ. ഈ ആസ് 2 തവണയും അതിൻ്റെ നടുവിലായിട്ട് മറ്റൊരു വാക്കും ചേർത്തിട്ട് ചെയ്യാനുള്ള പ്രവർത്തനം പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്?
അതിനത്ര തന്നെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ദ ബേബി ഈസ് ആസ് സോഫ്റ്റ് ആസ് എ ഫ്ലവർ. ഒരു പൂവിനത്ര തന്നെ ബേബി സോഫ്റ്റ് ആണ് എന്നാണ് ഉദ്ദേശിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ദ സെയിം മീനിങ് ഉള്ള സെൻറ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, ദ ബേബി ഈസ് സോഫ്റ്റർ ദാൻ എ ഫ്ലവർ. ആ പൂവിനേക്കാൾ സോഫ്റ്റർ ആണ് ബേബി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സെക്കൻഡ് വൺ, ദ ഫ്ലവർ ഈസ് സോഫ്റ്റർ ദാൻ എ ബേബി. ബേബിയേക്കാൾ ഫ്ലവർ ആണ് സോഫ്റ്റ്. അല്ല. ദ ബേബി ഈസ് സോഫ്റ്റ് ലൈക്ക് എ ഫ്ലവർ. പൂവിനെ പോലെ ബേബി സോഫ്റ്റ് ആണ്. അതിവിടെയാണ് രണ്ടും സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ദ വിസാർഡ് ഓഫ് ഓസ് ഈസ് എ സ്റ്റോറി ഫിൽഡ് വിത്ത് മാജിക് ആൻഡ്. അപ്പോൾ എന്താണ് ദ വിസാർഡ് ഓഫ് ഓസ്? ഒരു സ്റ്റോറിയാണ്. നമ്മുടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരു മിസ്റ്ററി സ്റ്റോറിയാണ്. അപ്പോൾ അവിടെ മാജിക് ആൻഡ് മിസ്റ്ററി ആണ്. അപ്പോൾ മിസ്റ്ററിയുടെ സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, മിസ്റ്ററി. ഓക്കെ, അപ്പോൾ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത ചോദ്യം. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് 18 to 19. ബി ബ്രേവ്, ബി ബോൾഡ്, ലെറ്റ് യുവർ ഹാർട്ട് ഹോൾഡ്, ട്രൈ അഗെയിൻ, ഡോണ്ട് ഫിയർ, സക്സസ് ഈസ് ഓൾവേസ് നിയർ, സ്റ്റാൻഡ് അപ്പ്, സ്മൈൽ ബ്രൈറ്റ്, യു ക്യാൻ വിൻ എനി ഫൈറ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം? അതിൻ്റെ ഈ പോയത്തിൻ്റെ മുഖ്യ ആശയം എന്താണ്? വി കനോട്ട് വിൻ ഇൻ ലൈഫ്, യു കനോട്ട് ഫൈറ്റ് വിത്ത് പ്രോബ്ലംസ്, റൺ അവേ ഫ്രം ഡിഫിക്കൽട്ടീസ്, ഫേസ് ദ ലൈഫ് വിത്ത് കറേജ്. അവിടെ എപ്പോഴും കറേജുമായിട്ട് ജീവിതത്തെ ഫേസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഈസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ്? ഇവിടെ റൈമിംഗ് വേർഡ്സ് നൽകിയിട്ടുണ്ട്. റൈമിംഗ് വേർഡ്സിനെ പറ്റി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് വരുന്നത്? ഒന്നെല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണ്, ബോൾഡ് ഹോൾഡ്. അവിടെ ഒരു പേരായി. ഫിയർ നിയർ, അത് രണ്ടാമത്തെ പേരായി. ബ്രൈറ്റ് ഫൈറ്റ്, അത് മൂന്നാമത്തെ പേരായി. അപ്പോൾ ബാക്കിയുള്ളതിലൊന്നും കൃത്യമായ പേര് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ലിനു വിസ്പേർഡ് ദ ആൻസർ ഹെസിറ്റൻ്റ്ലി. വിസ്പേർഡ് നമുക്ക് പഠിക്കാനുള്ള വാക്കാണല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് വേർഡ്സ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻ. അടിവരയിട്ട പദത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന, അർത്ഥത്തിൽ ഓപ്പോസിറ്റായിട്ട് വിപരീത പദങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മർമേഡ്, ആ മെല്ലെ പറയുന്നതിനെയാണ് പറയുന്നത്, പിറുപിറുക്കുന്നത് പോലെ. അപ്പോൾ അത് തെറ്റാണ്. കോൾഡ് ഔട്ട്, ഉച്ചത്തിൽ വിളിക്കുന്നതാണ്, വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അടുത്തത് മട്ടേഡ്, അത് മെല്ലെ പറയുന്നതിനെയാണ്. നാലാമത്തത് ഷൗട്ടഡ്, ഉച്ചത്തിൽ പറയുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ചോദിച്ചത്? വിസ്പേർഡിൻ്റെത്. അപ്പോൾ 2, 4 എന്നുള്ളതൊക്കെയാണ് ശരി. അപ്പോൾ ഓപ്ഷൻ എയിലാണ് അങ്ങനെ പറയുന്നത്. എ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ഗണിതമാണ്. ഇംഗ്ലീഷ് അത്യാവശ്യം നിലവാരം പുലർത്തിയിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഗണിതത്തിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അക്കങ്ങളുടെ തുക 10 മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും വലുതിനെക്കുറിച്ച് ശരിയായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ എന്താണ്? മൂന്നക്ക സംഖ്യ ആയിരിക്കണം. പിന്നെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞു, അക്കങ്ങളുടെ തുക 10 ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 999 പക്ഷേ അതിൽ അക്കങ്ങളുടെ തുക 9 കൂട്ടിയാൽ 27 കിട്ടുക. പക്ഷേ നമുക്ക് എത്രയേ കിട്ടാൻ പാടുള്ളൂ? 10 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ എന്തായാലും 909 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബാക്കി 1 വരുന്നുള്ളൂ. അപ്പോൾ 1 മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റൂ. അപ്പോൾ അക്കങ്ങളുടെ തുക 10 വരുന്ന രീതിയിൽ 9ൻ്റെ കൂടെ 1 മാത്രം ചേർത്തിട്ട് ഏതൊക്കെ സംഖ്യകളാണ് നമുക്ക് മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? വലുതാണേ നമ്മൾ ചോദിച്ചത്. അപ്പോൾ 900 തുടങ്ങണം. അപ്പോൾ 9 തുടങ്ങണം. പിന്നെ വരുന്നത് 1 എവിടെയൊക്കെ ചേർക്കാം? 910 ചേർക്കാം. പിന്നെ 901 ചേർക്കാം. ഇവിടെ വലുതാണ് വേണ്ടത്. അപ്പോൾ 901 നമുക്ക് ഒഴിവാക്കാം. 910 ബന്ധപ്പെട്ടിട്ടാണ് പ്രസ്താവന. ആ സംഖ്യയുടെ 1ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. 9 ആണോ? അല്ല, തെറ്റ്. അടുത്തത് ആ സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്ത് 9, അത് ശരിയാണ്. അപ്പോൾ രണ്ടാമത്തത് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ അത് തന്നെയാണ്. ഈ സംഖ്യയിൽ 0 ഇല്ല, ഉണ്ടോ? ഉണ്ട്, അത് തെറ്റാണ്. സംഖ്യയുടെ 10ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. 10ൻ്റെ സ്ഥാനത്ത് 9 അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. നിതിൻ രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ടു. 10:40 തൃശ്ശൂരെത്തി. ഇനിയും 2 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്താൽ കോട്ടയത്തെത്തും. അപ്പോൾ കോഴിക്കോട് നിന്ന് കോട്ടയത്ത് എത്താനുള്ള സമയമാണ് ചോദിച്ചിട്ടുള്ളത്. 8 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു, തൃശ്ശൂർ 10:40 എത്തി. അപ്പോൾ എത്ര സമയം അവിടെ എടുത്തു? 2 മണിക്കൂറും 40 മിനിറ്റും അവിടെ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഇനി എത്ര സമയം കൂടിയുണ്ട്? 2 മണിക്കൂറും 50 മിനിറ്റുമാണ് ഉള്ളത്. ഓക്കെ,
അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ മതി. രണ്ടും കൂടി എത്ര സമയമുണ്ടെന്ന് കണ്ടെത്തിയാൽ നമുക്ക് ഉത്തരം ഏതാണ് കിട്ടുന്നത്? 5 മണിക്കൂർ 30 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ മണിക്കൂർ മാത്രം കൂട്ടിയാൽ 4 കിട്ടും, മിനിറ്റ് 90 കിട്ടും. 90 എന്ന് എഴുതാറില്ല, അതിൽ നിന്ന് ഒരു 60 എടുത്ത് 4നെ 5 ആക്കി 5 മണിക്കൂർ കിട്ടി. ബാക്കിയുള്ളത് 90 നിന്ന് 60 എടുത്താൽ 30. അപ്പോൾ 5 മണിക്കൂർ 30 മിനിറ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച തീയതി 3 ആ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തീയതി ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ ഞായറാഴ്ച എത്രയാണ്? 3. അടുത്ത ഞായറാഴ്ച എത്രയായിരിക്കും? 7 കൂട്ടി 10. അടുത്തത് എത്രയായിരിക്കും? 7 കൂട്ടി 17. അടുത്തത് എത്രയാണ്? 24. അടുത്തത് എത്രയാണ്? 7 കൂട്ടി 31. ജനുവരിയിൽ 31 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അവസാനത്തെ ഞായറാഴ്ച ഏതാണ്? 31 ഓപ്ഷൻ ബി. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തതിൽ 45 ഗുണിക്കണം 8 തുല്യമായത് ഏതാണ്? നമ്മൾ കൃത്യമായിട്ട് ഇതേ രീതിയിലുള്ള ചോദ്യം ചെയ്തതാണ്. ഇവിടെ എന്താണ്? ഏതെങ്കിലും ഒന്ന് ഫിക്സഡ് ആയി നിൽക്കണം. ഒന്നുകിൽ 45 ഫിക്സഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 8 ഫിക്സഡ് ആയിരിക്കണം. എന്നിട്ട് അടുത്തതിനെ കൂട്ടിയാൽ, ഇവിടെ കൂട്ടുന്നതായതുകൊണ്ട് കൂട്ടിയാൽ നമുക്ക് മറ്റേ സംഖ്യ കിട്ടുകയും വേണം. അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ ഇവിടെ ഏത് മാത്രമാണുള്ളത്? ഓപ്ഷൻ സി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? 40 തവണ 8 ഉണ്ട്. അപ്പോൾ 40 തവണ 8ഉം 5 തവണ 8ഉം. അപ്പോൾ രണ്ടും കൂടി ചേർത്താൽ എത്രയായി? 45 തവണ 8 അല്ലേ? യെസ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 1971 കിട്ടി. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാൽ താഴെ കൊടുത്തവയിൽ ഏതാണ് കിട്ടുക എന്നാണ് ചോദ്യം. ഒന്നും ചെയ്യാനില്ല. എന്താണ്? തൊട്ടടുത്ത സംഖ്യ ആകുമ്പോൾ ഒരു 1 കൂടും. അപ്പോൾ 9 കൊണ്ട് ഗുണിക്കുന്നതായതുകൊണ്ട് ഒരു 9 കൂടും. അപ്പോൾ ഓപ്ഷൻ സി 1971 കൂടെ 9 കൂട്ടിയതാണ് ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് 10 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്ററിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കുക. അപ്പോൾ നമുക്കതിനെ ചേർത്ത് എഴുതാം. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ 4 മില്ലിമീറ്റർ കൂടി ചേർത്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 104 മില്ലിമീറ്റർ കിട്ടി. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യം. ഇത് 104 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. 104 സെൻറ്റിമീറ്റർ ആണോ? അല്ല, തെറ്റാണ്. 104 മില്ലിമീറ്റർ ആണ്. ഇത് 1 മീറ്ററിനേക്കാൾ കുറവാണ്. 1 മീറ്ററിനേക്കാൾ കുറവല്ലേ 104 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്? 10 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററേ ഉള്ളൂ. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ ഇത് ശരിയാണ്, മീറ്ററിനേക്കാൾ കുറവാണ്. 2 ശരി. മൂന്നാമത്, ഇത് 1 മീറ്ററും 4 സെൻറ്റിമീറ്ററും ആണ്. ആണോ? അല്ല, തെറ്റാണ്. വളരെ ചെറിയ സംഖ്യയാണ്, നമുക്ക് അളവാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് 104 മില്ലിമീറ്ററിന് തുല്യമാണ്. 104 മില്ലിമീറ്റർ ആണ് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തി വെച്ചു. ഏതൊക്കെയാണ് ഇവിടെ ശരി? 2ഉം 4ഉമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം. ഇവിടെ പാറ്റേൺ ആണ്, സിമ്പിളാണ്. 8ൽ നിന്ന് 18ലേക്ക് എത്ര കൂടി? ഫസ്റ്റ് 10 കൂടിയത്. അത് കഴിഞ്ഞു 18ൽ നിന്ന് 30ലേക്ക് എത്ര കൂടി? 12 കൂടിയത്. അത് കഴിഞ്ഞ് 30ൽ നിന്ന് 44ലേക്ക് 14 കൂടി. 44ൽ നിന്ന് 60ലേക്ക് എത്ര കൂടി? 16 കൂടി. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ വരുന്ന പ്രത്യേകത? 2 കൂടി വരുന്നു. അപ്പോൾ അടുത്തത് എത്ര കൂടണം? 18 കൂടണം. 60ൻ്റെ കൂടെ 18 കൂടിയാൽ എത്രയാണ്? 78 ആണ്. 78 എന്ന് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ. യെസ്. നമുക്കിനി അടുത്ത ചോദ്യം. ഗണിതത്തിലെ ചോദ്യം തന്നെയാണ്. താഴെ കൊടുത്ത സംഖ്യകളെ വലതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചാൽ 6489 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ വലുതിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കാനല്ല പറഞ്ഞത്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കാനാണ്. അപ്പോൾ തൊട്ടടുത്ത് വരിക ഏതാണ്? അതിനേക്കാൾ തൊട്ട് ചെറിയ സംഖ്യയാണ് അടുത്ത് വരേണ്ടത്. അപ്പോൾ 6489 അതിനേക്കാൾ തൊട്ട് ചെറുതായിട്ട് വരുന്നത് 6458 ആണ്. 6458 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം. ഒന്നാം കോളത്തിലെ സംഖ്യകൾക്ക് തുല്യമായ സംഖ്യകൾ രണ്ടാം കോളത്തിൽ ഉണ്ട്. അതിനെ നമ്മൾ മാച്ച് ചെയ്യണം. ഒന്നാമത്തത് 3000 10 100 8 1. 3000 3000 10 100 1000. അപ്പോൾ 4000 8 1 4008. അപ്പോൾ ഒന്നാമത്തതിൻ്റെത് ഏതാണ്? 4008 എന്നുള്ള സി ആണ്. 1 സി. രണ്ടാമത്തത് 2000 2000 20 100 2000 4000 8 10 4080 8 1 4088. 2 ഏതാണ്? ഡി ആണ്. ഓക്കെ. അടുത്തത് 3000 18 100 1800 3000 1800 4800 7 10 70 4870 11 10 4880. ഓപ്ഷൻ എ. അപ്പോൾ
3 ഏതാണ്? എ ആണ്. 1C 2D 3A അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1C 2D 3A. അപ്പോൾ ഡി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അടുത്ത ചോദ്യം. ഒരു പ്രസ്താവനയും കാരണവും തന്നിരിക്കുന്നു. പ്രസ്താവന, താഴെയുള്ള ചിത്രം ഒരു ദീർഘചതുരമാണ്. ദീർഘചതുരമാണോ? അല്ല, ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമാന്തരികമാണ്. നമ്മുടെ ടാൻഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലുള്ള രൂപങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ടാൻഗ്രാമാണ്. അപ്പോൾ പ്രസ്താവന തെറ്റാണ്. ഓക്കെ. കാരണം 4 വശങ്ങളുള്ള രൂപങ്ങളെല്ലാം ദീർഘചതുരമാണ്. 4 വശങ്ങളുള്ള രൂപങ്ങളൊക്കെ ദീർഘചതുരാണോ? അല്ല. സമചതുരത്തിന് എത്ര വശമാണുള്ളത്? 4 ചതുരാണ്. അത് ദീർഘചതുരാണോ? അല്ല. അതേപോലെ സാമാന്തരികത്തിന് എത്ര വശമാണുള്ളത്? 4 വശമാണ്, ദീർഘചതുരമല്ല. അതേപോലെ ചതുർഭുജങ്ങളെല്ലാം ദീർഘചതുരങ്ങളും അല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതും തെറ്റാണ്, കാരണവും തെറ്റാണ്. അപ്പോൾ പ്രസ്താവനയും തെറ്റാണ്, കാരണവും തെറ്റാണ്. പ്രസ്താവനയും കാരണവും തെറ്റാണ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഗണിതം വലിയ കുഴപ്പമില്ല, നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. EVS ആണ്. നമ്മൾ പ്രധാനമായിട്ടും EVSൻ്റെ ക്ലാസ്സാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രകൃതിദത്ത ആവാസത്തിൻ്റെ ശരിയായ കൂട്ടം നമ്മൾ ക്ലാസ്സിൽ ചെയ്ത അതേപോലത്തെ ചോദ്യമാണ് അല്ലേ? പ്രകൃതിദത്തമായിട്ടുള്ളത് മനുഷ്യനിർമ്മിതം പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എയിൽ അണക്കെട്ടുണ്ട്. അണക്കെട്ട് മനുഷ്യനിർമ്മിതമാണ്, അപ്പോൾ പറ്റില്ല, തെറ്റ്. രണ്ടാമത്തതിലും അണക്കെട്ടുണ്ട്, അണക്കെട്ട് മനുഷ്യനിർമ്മിതമാണ്, തെറ്റ്. മൂന്നാമത്തതിൽ മിയാവാക്കി വനം നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്, മനുഷ്യനിർമ്മിതം, തെറ്റ്. നാലാമത്തതിൽ കടൽ, കായൽ, പുഴ, കണ്ടൽക്കാട്, അതൊക്കെ പ്രകൃതിദത്തമാണ്. അപ്പോൾ അതാണ് ശരിയുത്തരം. ഓപ്ഷൻ ഡി ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം. സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോയ കുട്ടികൾ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ദിസ്പൂരിൽ പോയി ബിഹു ഉത്സവവും കണ്ടു. അവർ സന്ദർശിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ 2 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താം. ദിസ്പൂർ എന്നുള്ളത് ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണെന്ന് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ബിഹു ഉത്സവം ഏതാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബിഹു വെച്ചിട്ടുള്ള ചോദ്യമടക്കം നിങ്ങൾക്കായിട്ട് ഇട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ്? ആസാമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. സി നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അടുത്തത് താഴെ പറയുന്നതിൽ കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നമ്മൾ അവസാനം ഇട്ട ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു അല്ലേ, കങ്കാരു എലിവിനെ പറ്റിയുള്ള ഇതേ രീതിയിലുള്ളൊരു ചോദ്യം നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. നീളം കൂടിയ പിൻകാലുകൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു, കങ്കാരുവിനെ പോലെ. ശരിയിടാം. വിയർപ്പിലൂടെ ജലനഷ്ടം കൂടുതലാണ്, ആണോ? അല്ല, വിയർക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. വിയർപ്പ് വളരെ കുറവാണല്ലെങ്കിൽ. ഓക്കെ, തെറ്റ്. മാളങ്ങൾക്ക് ആഴം കുറവാണ്, ആണോ? ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നല്ല ആഴത്തിലുള്ള മാളത്തിലാണ് താമസിക്കുന്നത്, ഇതും തെറ്റ്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു കഴിഞ്ഞു. വെള്ളം അധികം ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെയാണ് ശരിയുത്തരങ്ങൾ? 1, 4. 1ഉം 4ഉം എന്ന് വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്, നമ്മൾ ചോദ്യം ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അവ നടന്ന വർഷങ്ങളുടെ ക്രമത്തിൽ ക്രമീകരിക്കുക. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കുറേ ചെയ്തതാണ് അല്ലേ? യെസ്. ഉപ്പ് സത്യാഗ്രഹം എപ്പോഴാണ്? 1930 ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ഏതാണ്? 1947. അപ്പോൾ ഏതാണ് ക്രമം? ഫസ്റ്റ് ഉപ്പ് സത്യാഗ്രഹം 1930, പിന്നീട് ക്വിറ്റ് ഇന്ത്യ 1942, പിന്നെയാണ് സ്വാതന്ത്ര്യം 1947. അത് കഴിഞ്ഞിട്ടാണ് ഭരണഘടന 1950. അപ്പോൾ 1, 2, 4, 3 എന്ന ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. യെസ്. അടുത്ത ചോദ്യം. അങ്ങാടിക്കുരുവി, മലമുഴക്കി, വേഴാമ്പൽ തുടങ്ങിയ പക്ഷികൾ വംശനാശ ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് അത് രണ്ടും. ഈ പക്ഷികളെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും ഉചിതമായ പ്രവർത്തനം ഏതായിരിക്കും? പക്ഷി സങ്കേതങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് അവയെ സംരക്ഷിക്കുന്നുണ്ടോ? ഇല്ല. സ്കൂളിൽ പക്ഷി നിരീക്ഷണ ദിനം ആചരിക്കുക, അത് നമുക്ക് നടത്താം, അത് കാര്യമാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ഏറ്റവും ഉചിതമായത് വേണം നമ്മൾ കണ്ടെത്താൻ. ചോദ്യത്തിൽ ശ്രദ്ധിച്ചില്ലേ? യെസ്. ഉയർന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുകയും ചെയ്യുക, അതല്ലേ കൃത്യമായിട്ടുള്ളത്? അവസാനം പക്ഷി നിരീക്ഷകരുടെ, പക്ഷി ശാസ്ത്രജ്ഞരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കലാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം. അലക്കിയ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് ബാഷ്പീകരണം മൂലമാണ്. യെസ്, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? ബാഷ്പീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലക്കിയ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് ബാഷ്പീകരണം മൂലമാണ്. ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ? പ്രസ്താവന ശരിയാണ്. അതിലുള്ള ജലാംശമൊക്കെ നീരാവിയായി പോവുകയാണ്. ഓക്കെ. കാരണം ബാഷ്പം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അങ്ങനെയായിരുന്നോ? അല്ല.
തിരിച്ചാണ് വേണ്ടത് അല്ലേ. ദ്രാവകം ബാഷ്പമായി മാറുന്നു അല്ലെങ്കിൽ ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അപ്പോൾ കാരണം തെറ്റാണ്. ഇവിടെ പ്രസ്താവന ശരിയാണ്. അലക്കിയ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് ബാഷ്പീകരണം മൂലമാണ്. പക്ഷെ കാരണം തെറ്റ്. പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. ഓപ്ഷൻ എ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളെ ക്രമീകരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി ചെയ്ത ചോദ്യം തന്നെയാണ്. ഇതിൽ ഓപ്ഷൻസ് വായിച്ചാൽ വ്യാഴം കഴിഞ്ഞിട്ടാണോ ശുക്രൻ? അല്ല. ചൊവ്വ കഴിഞ്ഞിട്ടാണോ ശുക്രൻ? അതുമല്ല. യുറാനസ് കഴിഞ്ഞിട്ടാണ് വ്യാഴം ആണോ? അല്ല, അതും തെറ്റാണ്. ശുക്രൻ കഴിഞ്ഞിട്ടാണ് ചൊവ്വ വരുന്നത് അല്ലേ. പിന്നീട് ചൊവ്വ കഴിഞ്ഞിട്ടാണ് വ്യാഴം, അത് കഴിഞ്ഞിട്ടാണ് യുറാനസ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? 37 ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, 38 നാടൻ പാട്ടുകൾക്ക് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ ഈണങ്ങളും വരികളും ഉണ്ടാകുന്നതിന് കാരണം എന്തായിരിക്കും? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നാടൻ പാട്ടുകളെ പറ്റി. എന്താണ്? കൃത്യമായ നിയമങ്ങളില്ല, കൃത്യമായ താള നിബന്ധനകളില്ല, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഭാഗമല്ല എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടുകളാണ്. അതുകൊണ്ടാണ് നാടൻ പാട്ടുകൾ. അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഓരോ പ്രദേശത്തെയും ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ. അതുകൊണ്ടാണ് ഒരേ നാടൻ പാട്ട് തന്നെ പല പ്രദേശങ്ങളിൽ ഈണത്തിൽ മാറ്റം ഉണ്ടാകും, വരികളിൽ മാറ്റം ഉണ്ടാകും, വരികളിലെ വാക്കുകളിലൊക്കെ മാറ്റം ഉണ്ടാകും. ഓപ്ഷൻ എ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ. അടുത്തത് പ്രസ്താവന. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വിവിധ ആകൃതിയിൽ ദൃശ്യമാകുന്നു. നമ്മൾ കൃത്യമായി ചെയ്ത കാര്യമാണ്. അതിൻ്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളൊക്കെ പറഞ്ഞതാണ്. കാരണം ഭൂമി ചന്ദ്രനെ ചുറ്റുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. പ്രസ്താവന ശരിയാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വിവിധ ആകൃതിയിൽ ദൃശ്യമാകുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. കാരണം ഭൂമി ചന്ദ്രനെ ചുറ്റുമ്പോൾ, ഭൂമി ചന്ദ്രനെ ചുറ്റുന്നുണ്ടോ? ഇല്ല, ചന്ദ്രൻ ഭൂമിയാണ് ചുറ്റുന്നത് അല്ലേ. അപ്പോൾ ഇത് അവിടെ തന്നെ തെറ്റി. ബാക്കി നമ്മൾ നോക്കുന്നില്ല, തെറ്റാണ്. അപ്പോൾ ഇവിടെ പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കൃത്യമായിട്ട്. സംഗീതജ്ഞനായ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. 1 സി. മാപ്പിളപ്പാട്ട് രചയിതാവ് മോയിൻകുട്ടി വൈദ്യരാണ്. 2 ഡി. മംഗലംകളിയുടെ മറ്റൊരു പേരാണ് എന്ത്? കല്യാണക്കളി. 3 എ. ഹംസവും ദമയന്തിയും ആരുടെ ചിത്രമാണ്? രാജാ രവിവർമ്മ. 4 ബി. ഇത്തരത്തിൽ വരുന്ന ഓപ്ഷൻ ഏതാണ്? 1 സി, 2 ഡി, 3 എ, 4 ബി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലേ. ഒന്ന് നോക്കൂ. 1 സി, 2 ഡി, 3 എ, 4 ബി. ശരിയാണ്. ഓക്കെ, അപ്പോൾ പരിസര പഠനം വളരെ സിമ്പിളാണ്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 10 ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള വിഷയം ഏതാണ്? ഏത് ഭാഗമാണ് നമ്മളെ ബുദ്ധിമുട്ടിച്ചത്? GK ആണ്. ശരിക്കും 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായ ചോദ്യങ്ങളല്ല GKയിൽ നിന്ന് ഭൂരിഭാഗവും വന്നിട്ടുള്ളത്. ഓക്കെ, എങ്കിലും നമുക്ക് ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം. ഡ്രാഗൺ ഫ്രൂട്ട് കള്ളിച്ചെടിയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ചെടിയാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എഴുതാൻ സാധിക്കും. കാരണം ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് എല്ലാവരും കൃഷി ചെയ്യുന്നതാണ്. അതിൻ്റെ ചെടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുള്ളു പോലെയാണ്, കള്ളിമുൾച്ചെടി പോലെ തന്നെ ഉണ്ടാകും. പക്ഷേ നീളത്തിൽ വളരും. അതിലാണ് ആ കായ ഉണ്ടാകുന്നത് അല്ലേ. ആ ഒരു റോസ് കളറിലുള്ള കായ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒന്നാമത്തെ കാര്യം ശരിയാണ്, കള്ളിച്ചെടിയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ചെടി തന്നെയാണ്. കാരണം അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഉൾക്കാമ്പിന് പച്ച നിറമാണോ? ഉൾക്കാമ്പിന് പച്ച നിറമാണോ? അല്ല, റോസ് നിറം നമ്മൾ കണ്ടിട്ടുണ്ട്, വെള്ള നിറത്തിലുള്ളതുമുണ്ട് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. സ്ട്രോബെറി പിയർ എന്നറിയപ്പെടുന്ന ഫലം ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല, പക്ഷേ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്കതിൽ എന്താണ് ചെയ്യാൻ പറ്റുക അല്ലേ. ഓക്കെ, അത് പോട്ടെ. അടുത്തത്, കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ സാധിക്കും. ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞു, പലരുടെ വീടുകളിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യം അല്ല, തെറ്റാണ്. അപ്പോൾ ഏതാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത്? 1ഉം 3ഉം ശരിയാണ്. 1, 3 എന്നിവ ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതും പരിസര പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത് 2ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. യെസ്, സെയിം ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, അങ്ങനെ തന്നെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ശരിയാണ്.
1947 ആഗസ്റ്റ് 15 നിലവിൽ വന്നു. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. 1950 ജനുവരി 26 നിലവിൽ വന്നത്. നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ് അല്ലേ. 3 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ശരിയായിട്ടുള്ള കാര്യം, നമുക്കൊന്നും ചെയ്യാനില്ല, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 1, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ ഡി ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ശുഭാംശു ശുക്ലയെ പറ്റി നിങ്ങൾ ക്ലാസ്സിൽ നിന്ന്, നിങ്ങൾക്ക് എന്തായാലും സ്കൂളിൽ നിന്ന് GK കിട്ടിയിട്ടുണ്ടാകും, ആ കാര്യം അറിയാമായിരിക്കും. പക്ഷേ മുഴുവൻ കാര്യങ്ങളും അറിയാൻ പറ്റണം എന്നില്ല. എങ്കിലും അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് പരിശോധിച്ചിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകും. പ്രസ്താവനകൾ വായിക്കാം. ആക്സിയം 4 എന്ന ദൗത്യത്തിലൂടെയാണ് അദ്ദേഹം ബഹിരാകാശത്ത് എത്തിയത്. അത് ശരിയാണ്, അത് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ശരി, ഓപ്ഷൻസ് നോക്കാം. 1, 2 ശരിയുണ്ട്. ബി എന്തായാലും വരുന്നില്ല, അതിൽ 1 വരുന്നില്ല. മറ്റുള്ളതിൽ ഏതെങ്കിലും ഒന്നാകാം. SpaceX ഡ്രാഗൺ എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. 1, 2 ശരിയാണ്. മൂന്നാമത്തത് തമിഴ്നാട് സ്വദേശിയാണ് ശുഭാംശു ശുക്ല. അപ്പോൾ രണ്ടാമത്തത് ശരിയായതുകൊണ്ട് 1, 3 എന്നുള്ള ഓപ്ഷൻ വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റുള്ള 2 എണ്ണത്തിൽ ഏതാണ്? അവിടെയാണ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. തമിഴ്നാട് സ്വദേശിയാണ് ശുഭാംശു ശുക്ല, തെറ്റാണ്. അദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അപ്പോൾ അത് ഏതാണ് അപ്പോൾ വരുന്നത്? മൂന്നാമത്തത് തെറ്റ്. 1, 2 എന്നിവ വരുന്ന ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. ഇത് കിട്ടിയിട്ടുണ്ടാകും എന്തായാലും. വരയാടുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ സിംഹവാലൻ കുരങ്ങ് വരുന്നത് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? സൈലന്റ് വാലിയാണ്. വരയാട് വരുന്നത് ഏതാണ്? ഇരവികുളമാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മറ്റുള്ള ഓപ്ഷനുകൾ, പ്രസ്താവനകളൊന്നും നമുക്ക് ആവശ്യമില്ല, ആ വരയാടിനെ മാത്രം മതി. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ അവയുടെ തനത് കലാരൂപങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. കേരളം ഏതാണ്? മോഹിനിയാട്ടമാണ് ഉള്ളത്. ഓക്കെ, 1 ഡി, കേരളത്തിൻ്റെത് മോഹിനിയാട്ടം. 2 ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെത് നിങ്ങൾ പഠിച്ച കാര്യമാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കലാരൂപമാണ്. ഏതാണ് ഉത്തർപ്രദേശിൻ്റെത്? കഥക് ആണ്. ഉത്തർപ്രദേശ് കഥക്. 2 എ. മൂന്നാമത്തത് കർണാടക. കർണാടകയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കാരണം നമ്മുടെ കാസർഗോഡ് ജില്ലയുമായി അടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ആ യക്ഷഗാനം കർണാടകത്തിലും കാസർഗോഡ് ജില്ലയിലും ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അത് എഴുതാൻ സാധിക്കും. 3 ബി ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ? 1 ഡി, 2 എ, 3 ബി. അങ്ങനെ വരുന്ന ഓപ്ഷൻ സി ആണ്. 1 ഡി, 2 എ, 3 ബി. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ചില പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതല്ല? ഇത് നമ്മൾ നിർബന്ധമായി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇതേ രീതിയിൽ തന്നെ ഒരു ക്ലാസ് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. തട്ടേക്കാട്. തട്ടേക്കാട് എറണാകുളം ജില്ലയാണ് അല്ലേ, അത് ശരിയാണ്. അപ്പോൾ 1 ശരി. 2 കുമരകം. കുമരകം എവിടെയാണ്? കോട്ടയമാണ് ശരിയായിട്ടുള്ള കാര്യം. 3 ചൂലന്നൂർ. ചൂലന്നൂർ വയനാടാണോ? അല്ല, ചൂലന്നൂർ ഏത് ജില്ലയിലായിരുന്നു? പാലക്കാട് ജില്ലയിലാണ്. അപ്പം 3 തെറ്റാണ്. 4 കടലുണ്ടി മലപ്പുറം, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 4. 1, 2, 4 എന്ന് വരുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിലെ ചില സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചില സംഭവങ്ങളൊക്കെ വന്നെന്നിരിക്കാം, എങ്കിലും നമുക്കൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഒന്നാമത്തത് കേരള സംസ്ഥാന രൂപീകരണം. അതെല്ലാവരും പഠിച്ച കാര്യമായിരിക്കും. 1950 ആണോ? അല്ല, 1956 ആണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് ചെയ്യാം. ഇവിടെ എന്താണ് വേണ്ടത്? ശരിയായ ജോഡികളാണ്. അപ്പോൾ 1 തെറ്റാണ്. അപ്പോൾ 1 വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. 2 എണ്ണമാണ് ബാക്കിയുള്ളത്. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തി. അത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ പഠിക്കണമെന്ന് ഇല്ല. പുന്നപ്ര വയലാർ സമരം, അതും ശരിയായിട്ടുള്ള കാര്യമാണ്, അതും നമ്മൾ പഠിച്ചിരിക്കണമെന്ന് ഇല്ല. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അത് ഈ അടുത്ത ദിവസമാണ് നടന്നിട്ടുള്ളത്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും. 1991 അല്ല. ഓക്കെ, അപ്പോൾ അത്
തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ട് വരാൻ ഓപ്ഷൻ ഉള്ളൂ? 2 എണ്ണം വെച്ചിട്ടല്ലേ ഓപ്ഷൻ വരുന്നത്. 4-മത്തത് തെറ്റാണെന്ന് നമുക്കറിയാം. പിന്നെ ശരിയായിട്ട് വരാനുള്ളത് ഏതാണ്? 2ഉം 3ഉമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചില്ലെങ്കിലും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അടുത്ത ചോദ്യം. കേരള സംസ്ഥാനത്തിൻ്റെ ചില സവിശേഷതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഇവയിൽ തെറ്റായവ ഏത്? അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ കുറച്ച് സവിശേഷതകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശ്രദ്ധിക്കുക, തെറ്റായത്. ഇതും നമുക്ക് അറിയില്ലെങ്കിലും ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് ഉണ്ടാകും. ആദ്യത്തേത് നമുക്കത് ഈ ഒരു ട്രിക്ക് വെച്ച് നോക്കാം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം അല്ല എറണാകുളമാണെന്ന് നിങ്ങൾ മിക്കവാറും ഭൂരിഭാഗം പേരും പഠിച്ചിട്ടുണ്ടാകും. കാരണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ടാകും. ഇത് തെറ്റാണ്. 4 തെറ്റാണ്. ഇവിടെ തെറ്റായതാണ്. അപ്പോൾ 4 വരുന്ന ഓപ്ഷൻസ് ഏതേ ഉള്ളൂ? ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, സി ആണ്. ഓക്കെ. അടുത്തത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ആന്ധ്രാപ്രദേശുമായിട്ട് അതിർത്തി ഉണ്ടോ? അപ്പോൾ 3ഉം തെറ്റാണ്. അപ്പോൾ 3 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ടെങ്കിലും 3ഉം 4ഉം വരുന്നത് ഏതാണ്? സി മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ, 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്. അത് ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം, അത് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അതും ശരിയാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഓപ്ഷൻസ് കിട്ടുന്നത് ഉത്തരമായിട്ട്? ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഇതും ഒരേ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ശരിയായ വിവരങ്ങളാണ് കണ്ടെത്തേണ്ടത്. 3 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. 3 വർഷമായിരുന്നോ? അല്ല, 4 വർഷമാണ് അല്ലേ? ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ 1-മത്തത് തെറ്റാണ്. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. എയിൽ 1 ഉണ്ട്, അതൊഴിവാക്കാം. സിയിൽ 1 ഉണ്ട്, അതൊഴിവാക്കാം. ഡിയിൽ 1 ഉണ്ട്, അതൊഴിവാക്കാം. പിന്നെ ഉള്ളത് ഏതാണ്? ബി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. നമ്മളെ വളരെയേറെ കുഴക്കിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് സാധ്യത ഇല്ല എങ്കിലും നോക്കാം. കേരളത്തിൻ്റെ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏത്? കാസർഗോഡ്, തിരുവനന്തപുരം, മംഗലാപുരം, തിരുവനന്തപുരം, എറണാകുളം, ബംഗളൂരു എന്നീ റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസ് ഉണ്ട്. വന്ദേ ഭാരത് സർവീസ് ഉണ്ട്, ശരിയാണ്. കൊച്ചി, തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ മെട്രോ റെയിൽ സർവീസ് ഉണ്ട്. കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തില്ല. അപ്പോൾ അത് തെറ്റാണ്. അതറിയുന്നത് വെച്ചിട്ട് നമുക്ക് ഏകദേശം കുറച്ച് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? 2 തെറ്റാണ്. ഓക്കെ. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി ദിബ്രുഗഡ് വരെ പോകുന്ന ട്രെയിനിൻ്റെ പേര് വിവേക് എക്സ്പ്രസ് എന്നാണ്. അത് ശരിയാണ്. അപ്പോൾ നമുക്കത് ശരിയിട്ട് വെക്കാം. അടുത്തത്, വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തുന്നു. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയല്ല, ഷൊർണൂർ വരെയാണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്? ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 1, 3 എന്ന് വരുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ പേപ്പർ 1-ൽ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരങ്ങൾ മുഴുവനായിട്ടും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്ര മാർക്ക് ലഭിച്ചവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഈ വർഷം മുതൽ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ സെലക്ഷൻ്റെ ക്രൈറ്റീരിയയും മാറ്റിയിരിക്കുകയാണ്. മിനിമം മാർക്കല്ല, 48 മാർക്ക് എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം കട്ട് ഓഫ് രീതിയാണ്. അപ്പോൾ എത്ര മാർക്കാണ് കട്ട് ഓഫ്, അതായത് എത്ര മാർക്കിന് മുകളിൽ കിട്ടുന്നവർക്കാണ് സ്കോളർഷിപ്പ് ജേതാക്കളാകാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് വാല്യുവേഷനൊക്കെ കഴിഞ്ഞിട്ടേ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഇവിടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ.